إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم إذ تستعيذون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോട് ഓരോരുത്തരോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാനിൻ്റെ 1/3 നമ്മോട് വിട പറഞ്ഞ് അതിൻ്റെ പകുതിയിലേക്ക് അടുക്കുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിച്ചു, ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ഖുർആൻ പഠനവും എവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു ആത്മപരിശോധനയുടെ സമയം കൂടിയാണിത്. ഏറ്റവും കുറഞ്ഞത് 12 ജുസ് എങ്കിലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഓതി തീർത്തിട്ടില്ലെങ്കിൽ ഖുർആനിൻ്റെ മാസമായ ഈ മാസത്തിൽ പോലും പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി പോലും വായിച്ചു തീർക്കാൻ, ഓതി തീർക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഓരോ ദിനരാത്രങ്ങളിലും ഒരു കൂട്ടത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് റമദാനിൻ്റെ ഈ പകുതിയോടടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നടന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ച്
നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിരുന്നു ബദർ യുദ്ധം എന്നത്. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നായിരുന്നു യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബദർ യുദ്ധം അരങ്ങേറിയിട്ടുള്ളത്. ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കേവർക്കും അറിയാം. മക്കയിൽ ഒരു നിലക്കും പ്രബോധനവുമായി ദീനുമായി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ശപഥം ചെയ്ത മുശ്രിക്കുകൾ, അവർ അങ്ങേയറ്റം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അനുയായികളെയും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അവിടെ മാന്യമായി ജീവിക്കാൻ സാധ്യമല്ല, പട്ടിണിക്കിട്ടു, ഉപരോധം ഏർപ്പെടുത്തി, കൊല്ലാനും തല്ലാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം തലക്ക് പോലും വില പറയുന്ന രൂപത്തിലേക്ക് ശത്രുതയും അതുപോലെ തന്നെ ഉപദ്രവങ്ങളും ഒരു നിലക്കും സഹിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഘട്ടത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി റസൂലും സംഘവും മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അങ്ങനെ മദീനയിലെത്തി അവിടെയുള്ള ആളുകളുമായി, അവിടെയുള്ള ജൂതന്മാരും അതുപോലെ തന്നെ അവിടെയുള്ള ഗോത്രങ്ങളുമായും വളരെ സമാധാനപൂർവമായ സന്ധികളിൽ ഏർപ്പെട്ടുകൊണ്ട്, കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് മദീനയിൽ ഒരു സ്വൈര്യമായ ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് വീണ്ടും ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്വൈര്യമായി ജീവിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അതും ഞങ്ങൾ തടയുമെന്ന നിലക്ക് മദീനയിലേക്കും സ്വൈര്യം കെടുത്താനുള്ള ആലോചനകൾ മക്കയിലെ മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ മദീനയിലേക്കും അക്രമങ്ങളും ഉപദ്രവങ്ങളും വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതിനുള്ള ഫണ്ട് സ്വരൂപണത്തിനു വേണ്ടി, അതിനുള്ള പണം സ്വരൂപിക്കുന്നതിനു വേണ്ടി അവർ സിറിയയിലേക്ക് ഒരു കച്ചവട സംഘത്തെ അയക്കുകയാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ആ കച്ചവട സംഘം സിറിയയിലേക്ക് പോകുമ്പോ ആ കച്ചവടം നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചുകൊണ്ട്, അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മദീനയിൽ സ്വൈര്യമായി ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കച്ചവട സംഘത്തെ തടയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ ഇത് നേരത്തെ അറിഞ്ഞ ഈ സംഘം അവരുടെ വഴി മാറ്റിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ കച്ചവട സംഘം രക്ഷപ്പെടുകയും മറുഭാഗത്ത് ഇങ്ങനെ ഒരു സംഘം, റസൂലിന്റെയും കൂട്ടരുടെയും ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് വലിയ ഒരു സന്നാഹത്തോടു കൂടിയ ഒരു സൈന്യം പുറപ്പെടുകയാണ്. ഇവിടെ നമുക്ക് രണ്ട് സൈന്യങ്ങളെ അല്ലെങ്കിൽ രണ്ട് സംഘങ്ങളെ കാണാൻ സാധിക്കും. ഒന്ന് മക്കയിൽ നിന്നും അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെടുകയാണ്, മറുഭാഗത്ത് മദീനയിൽ നിന്നും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെടുകയാണ്. ഈ രണ്ട് സംഘങ്ങളെയും പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. മുസ്ലിം ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 82 മുഹാജിറുകളും 61 ഔസ് ഗോത്രക്കാരും 170 ഹസ്റജ് ഗോത്രക്കാരും അടങ്ങുന്ന ഏകദേശം 313ഓളം വരുന്ന ആളുകളുടെ ഒരു സംഘമാണ്. എന്നാൽ മറുഭാഗത്ത് മക്കയിൽ നിന്നും പുറപ്പെട്ടതാകട്ടെ 1000-ൽ പരം അല്ലെങ്കിൽ 1000-നേക്കാൾ കൂടുതൽ ആളുകൾ അടങ്ങുന്ന അബൂ ലഹബ് ഒഴികെയുള്ള എല്ലാ ഖുറൈശി പ്രമുഖന്മാരും അടങ്ങുന്ന ഒരു സംഘമാണ് മക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. ഈ രണ്ട് സംഘത്തിന്റെയും ആയുധബലവും അതുപോലെ തന്നെ അവരുടെ ഭൗതികമായ സൗകര്യങ്ങളും പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മദീനയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട സംഘത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രമാണ്. മറുഭാഗത്ത് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ 100 കുതിരകളുമായി കൊണ്ടാണ് അവരുടെ സംഘം പുറപ്പെടുന്നത്. മറുഭാഗത്ത് 2 കുതിരകൾ, ഇവിടെ 100 കുതിരകൾ. അതുപോലെ തന്നെ 600ഓളം പടയങ്കികളും അതുപോലെ തന്നെ കണക്കില്ലാത്ത ഒട്ടകങ്ങളുമായിട്ടായിരുന്നു മുശ്രിക്കുകളുടെ സംഘം മക്കയിൽ നിന്നും പുറപ്പെടുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഭൗതികമായ ഏത് അളവുകോലുകൾ വെച്ച് എങ്ങനെയൊക്കെ ആലോചിച്ചാലും ഏതൊക്കെ രൂപത്തിൽ ചിന്തിച്ചാലും ഇവിടെ ആർക്കാണ് വിജയം, ആരാണ് വിജയിക്കുക എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു ഭാഗത്ത് 313 ആളുകൾ, അവർക്ക് തന്നെ ആയുധമില്ല, അതുപോലെ തന്നെ വാഹനങ്ങളില്ല, ഒട്ടിയ വയറാണ്, അതുപോലെ തന്നെ
എല്ലാ നിലക്കും പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന 313 ആളുകൾ ഒരു ഭാഗത്തും, മറുഭാഗത്ത് സർവ്വവിധ സന്നാഹങ്ങളോടുകൂടി മുശ്രിക്കുകൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ രംഗത്ത് വരികയാണ്. ഇതിൽ ആർക്കാണ് വിജയമുണ്ടാവുക? ഈ രണ്ട് കൂട്ടർ ഏറ്റുമുട്ടിയാൽ ആരാണ് വിജയിക്കുക എന്നത് ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് രണ്ടു കൂട്ടരും റമദാൻ 16 ആ രാത്രി ബദറിന്റെ താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി കൊണ്ട് തമ്പടിക്കുമ്പോ ഒരു കൂട്ടർക്ക് ഒരു സംശയവുമില്ലായിരുന്നു നാളെ എന്ത് സംഭവിക്കുമെന്ന്. നാളെ ഞങ്ങൾ വിജയിക്കും. ഇതാ മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ഈ പുതിയ മതം നാളത്തോടുകൂടി തീരാൻ പോവുകയാണ്. അവരിതാ ഇല്ലാതാവാൻ പോവുകയാണ്. അവരെ തുടച്ചു നീക്കാൻ എല്ലാവിധ സന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന ആത്മധൈര്യത്തിലായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ മുശ്രിക്കുകളുടെ ആ 16 അന്നത്തെ രാത്രിയുടെ ക്യാമ്പ്, മുശ്രിക്കുകളുടെ ക്യാമ്പ് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരവിടെ ആഘോഷിക്കുകയായിരുന്നു. അവർ നർത്തകിമാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നർത്തകിമാരെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചുകൊണ്ട്, മദ്യം ഉപയോഗിച്ചുകൊണ്ട് അവരിങ്ങനെ ആഘോഷിക്കുകയായിരുന്നു. നാളത്തോടുകൂടി ഇത്രയും കാലം ഞങ്ങളെ പ്രയാസപ്പെടുത്തിയ, ഞങ്ങൾ വാപ്പകാരണവന്മാരായിക്കൊണ്ട് ജീവിച്ചു വന്ന ആദർശത്തെ ചോദ്യം ചെയ്ത മുഹമ്മദിനെയും കൂട്ടരെയും ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പരിപൂർണമായി നാളത്തോടുകൂടി ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന ഒരു ആഘോഷമായിരുന്നു ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ ആ ഒരു ക്യാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഘോഷങ്ങളല്ല, ആരവങ്ങളല്ല, മദ്യവും അതുപോലെ തന്നെ നർത്തകിമാരെയുമല്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ സുജൂദാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദുആ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാനത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് റബ്ബേ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹാബത്തിനോട് ഉറങ്ങാൻ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാതെ പ്രാർത്ഥിക്കുകയായിരുന്നു. സഹാബത്ത് വന്ന് പറയുന്നുണ്ട്, മതി റസൂലേ, ഇങ്ങനെ പ്രാർത്ഥിച്ചത് മതി, താങ്കളുടെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് താങ്കളെ കൈവിടുകയില്ല എന്ന് പറയുമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലുള്ള തട്ടം കൈ ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിയതിന്റെ പേരിൽ അതിങ്ങനെ താഴോട്ട് വീഴുമാറ് അത്രയും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു ക്യാമ്പാണ് മറുഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ രണ്ട് സംഘങ്ങൾ എല്ലാ നിലക്കും ഏറ്റുമുട്ടാൻ റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലമായ രണ്ടു സംഘങ്ങൾ തമ്മിലുള്ള സായുധമായ യുദ്ധം മാത്രമല്ല, മറിച്ച് ഇത് രണ്ടു ആദർശങ്ങൾ തമ്മിലുള്ള യുദ്ധം കൂടിയാണ്. രണ്ട് ആദർശങ്ങൾ തമ്മിൽ കൂടിയാണ് നാളെ ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്താണ് ആദർശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ആ വ്യത്യാസം എന്ന് മനസ്സിലാകാൻ നമ്മൾ അവരുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചു നോക്കിയാൽ മതി. അബൂജഹല് മക്കയിൽ നിന്നും പുറപ്പെടുമ്പോ തൗബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോ അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അയ്യുനാ കാന അഖ്തഉ ലിർറഹിം, അല്ലാഹുവേ നിനക്കറിയാം ഞങ്ങളിൽ കുടുംബബന്ധം മുറിക്കുന്നവരാരാണ് എന്ന് നിനക്കറിയാം റബ്ബേ. വആതാനാ ബിമാ ലാ നഅരിഫ്, ഞങ്ങൾക്കറിയാത്ത പുതിയൊരു ആശയം കൊണ്ടുവന്നത് ആരാണെന്ന് റബ്ബേ നിനക്കറിയാം. ഫഹിനിൽ അദാ, അവരെ നീ പരാജയപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അബൂജഹൽ പുറപ്പെടുന്നത്. മറുഭാഗത്ത് ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അൻജിസ് മാ വഅതനി, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത ആ വിജയം ഞങ്ങൾക്ക് തരണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന റസൂലിനെയും കാണാൻ സാധിക്കും. ഈ രണ്ടു പ്രാർത്ഥനകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരേ ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. രണ്ടു കൂട്ടരും പ്രാർത്ഥിക്കുന്നത്, അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അയ്യുനാ കാന അഖ്തഉ ലിർറഹിം, അല്ലാഹുവേ കുടുംബബന്ധം മുറിക്കുന്നവരാരാണെന്ന് നിനക്കറിയാം. അല്ലാഹുവിനോടാണ് പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നതോ അല്ലാഹുമ്മ അൻജിസ് മാ വഅതനി, അല്ലാഹുവേ വാഗ്ദാനം നിറവേറ്റണേ എന്നാണ്. രണ്ടു കൂട്ടരുടെയും പ്രാർത്ഥന അല്ലാഹുവേ എന്നാണ്. എന്താണ് ഈ രണ്ടു കൂട്ടരുടെയും പ്രാർത്ഥന അല്ലാഹുവോടാണെങ്കിൽ പിന്നെ എന്ത് വ്യത്യാസമാണ് ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ളത്? പിന്നെ എന്ത് ആദർശപരമായ വ്യത്യാസമാണ്? ഈ മക്കയിലെ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരായിരുന്നോ? അല്ല. അല്ലാഹുവോട് പ്രാർത്ഥിക്കാത്തതായിരുന്നോ അവരുടെ പ്രശ്നമല്ല. മറിച്ച് അബൂജഹൽ അല്ലാഹുമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ലാത്തയെയും വിളിക്കുന്നു, അതിന്റെ കൂടെ ഉസ്സയെയും വിളിക്കുന്നു, അതിന്റെ കൂടെ മറ്റു വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും പാടില്ല, ഏകനായ സട്ടാവിനെ മാത്രം വിളിക്കണമെന്ന് പറയുന്നു, മാത്രം ആരാധിക്കണമെന്ന് പറയുന്നു.
ആ അള്ളാഹുവിനോട് മാത്രം എന്നിടത്തായിരുന്നു ഈ രണ്ട് സംഘങ്ങളും തമ്മിലുള്ള ആദർശപരമായ വ്യത്യാസം. ആ വ്യത്യാസമാണ് നാളെ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കരുതേ എന്ന് പറയുമ്പോൾ അവർക്ക് തിരിച്ചു പറയാൻ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങള് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഇബ്രാഹിം നബിയെ എന്ന് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഉസ്സയെ ലാത്തയെ വിളിക്കുന്നത് അള്ളാഹുവിലേക്ക് അവർ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് പടച്ചോന്റെ അടുത്തേക്ക് നേരിട്ട് എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ആ പാപികളായ ഞങ്ങളെ ഇവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. അതുപോലെ തന്നെ അവർ പറഞ്ഞ മറ്റ് ന്യായങ്ങൾ ഒരുപാട് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങൾ വാപ്പകാരണവന്മാരായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ ഇങ്ങനെയാണ് ജീവിച്ചു വന്നത്, ഞങ്ങളുടെ പാരമ്പര്യം ഇന്നതാണ്. അതുകൊണ്ട് നീ പെട്ടെന്ന് വന്ന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിന് മാത്രം ആരാധന നൽകണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇതായിരുന്നു അബൂജഹലിന്റെ അതുപോലെ തന്നെ മക്കയിലുള്ള മുശ്രിക്കിന്റെ ന്യായമെന്ന് പറയുന്നത്. ഇതാണ് ഈ രണ്ട് ആദർശങ്ങൾ തമ്മിലാണ് നാളെ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഒരു ഭാഗത്ത് തൗഹീദ്, അള്ളാഹുവിനോട് മാത്രം ഏതേതു പ്രയാസങ്ങൾ ഉണ്ടായാലും എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും റബ്ബിനോട് മാത്രം തേടുക, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, റബ്ബിൽ മാത്രം ആരാധനയുടെ ഏതേത് അംശങ്ങളുള്ള എന്തും പടച്ചവന് മാത്രം അർപ്പിക്കുക എന്ന വഹ്ദാനിയത്ത് തൗഹീദ് ഒരു ഭാഗത്തും. അതല്ല മഹാന്മാരോടും പുണ്യപുരുഷന്മാരോടും വിഗ്രഹങ്ങളോടും അത് അർത്ഥിക്കാം, അവർ നമ്മളെ പടച്ചവനിലേക്ക് അടുപ്പിക്കുമെന്ന ശിർക്ക് മറുഭാഗത്തും. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലാണ് നാളെ ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിനെയാണ് വിശുദ്ധ ഖുർആൻ ഫുർഖാൻ, ഇതിൽ രണ്ടിലേതാണോ സത്യം അത് നാളെ വേർതിരിയാൻ പോകുന്നത് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ യുദ്ധം നടക്കാൻ പോവുകയാണ്. തലേ ദിവസമുള്ള ക്യാമ്പിന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു, ഭൗതികമായ സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ആര് വിജയിക്കുമെന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലാത്ത രൂപത്തിൽ അത്ര കൃത്യമാണ്, അത്ര വ്യക്തമാണ് ആര് വിജയിക്കുമെന്ന കാര്യം. അങ്ങനെ ആ പ്രയാസഘട്ടത്തിൽ ഭൗതികമായി വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ആ ഒരു ഘട്ടത്തിൽ, ഭൗതികമായ എല്ലാ കാര്യകാരണങ്ങളും കഴിഞ്ഞിരിക്കുന്ന ആ ഘട്ടത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എന്തു ചെയ്തു? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അത് പറഞ്ഞു തരികയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം, നിങ്ങളുടെ പടച്ചവനോട് സഹായം തേടിയ സന്ദർഭം. ഭൗതികമായി പ്രയാസം അനുഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത ആ മഹാന്മാരായ ആളുകൾ അവരെന്താണ് ചെയ്തത്? ഇത് തസ്തഈഹൂന റബ്ബക്കും, അവർ പടച്ചവനോട് സഹായം തേടി, അവർ പടച്ചവനോട് ഇസ്തിഗാസ തേടി. ഫസ്തജാബലക്കും, നാം നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെയുള്ള 1000 മലക്കുകളെ കൊണ്ട് നാം നിങ്ങളെ സഹായിച്ചു. പടച്ചവൻ സഹായിക്കുകയാണ്. ഭൗതികമായി യാതൊരു നിലക്കും വിജയിക്കാൻ സാധ്യതയില്ലെന്ന് ആരും വിധി എഴുതുന്ന അവിടെ അഭൗതികമായ ഒരു ഇടപെടൽ വരികയാണ്. പടച്ച തമ്പുരാൻ അവിടേക്ക് ഇടപെടുകയാണ്, മലക്കുകൾ മുഖേന മുസ്ലിങ്ങളെ സഹായിക്കുകയാണ്. ഇത് യുവാശീക്കുമുൻ ആസ അമനത്തൻ, അവർക്ക് ചില ഭൗതികമായി തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. ഈ പ്രാർത്ഥന അള്ളാഹുവോട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായം മലക്കുകൾ മുഖേന, അതുപോലെ തന്നെ ആ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിന്റെ തലേ ദിവസം മുസ്ലിങ്ങളായ ആളുകൾ അവർക്ക് പടച്ച തമ്പുരാൻ പ്രത്യേകമായൊരു ഉറക്കം നൽകുകയാണ്. നന്നായി ഉറങ്ങി സ്വസ്ഥമായി തന്നെ പിറ്റേ ദിവസത്തേക്ക് അവർക്ക് തയ്യാറെടുക്കാൻ സാധിക്കുകയാണ്. മറുഭാഗത്താകട്ടെ ഉറക്കമില്ലാതെ ആഘോഷത്തിലും നൃത്തത്തിലും അതുപോലെ തന്നെ മദ്യം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ് മറുഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മഅ, നിങ്ങൾക്ക് നാം മഴ ഇറക്കി തന്നു. അവിടെ തലേ ദിവസം ഒരു മഴ പെയ്യുകയാണ്. എന്താണ് ഈ മഴ പെയ്യുന്നതിലുള്ള വ്യത്യാസം? മുസ്ലിങ്ങൾ ക്യാമ്പ് ചെയ്തത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്ഥലത്തായിരുന്നു. അവിടെ മഴ പെയ്തതോടുകൂടി അവരുടെ കാലുകൾക്ക് ഉറപ്പ് കിട്ടുകയാണ്, ആ മണ്ണ് ഒന്ന് പാകപ്പെടുകയാണ്. എന്നാൽ മുശ്രിക്കുകൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് മഴ പെയ്തതോടുകൂടി അവിടെ ചളിയാവുകയാണ്. അവർക്ക് നേരെ ചൊവ്വെ നിൽക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് ആ സ്ഥലം തന്നെ മാറുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഭൗതികമായ കാര്യങ്ങളെപ്പോലും
അള്ളാഹുവിനോടുള്ള തേട്ടം കൊണ്ട് എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്, വിശ്വാസികൾക്ക് ഗുണകരമായി അത് മാറുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവസാനം ആ യുദ്ധം നടക്കുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ചരിത്രമാണ്. ഭൗതികമായി യാതൊരു നിലക്കും വിജയിക്കാൻ സാധ്യതയില്ലെന്ന് എല്ലാവരും വിധി എഴുതുന്ന ആ സംഘം, ആ ചെറുസംഘം വലിയ സംഘത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് സത്യത്തെ വിജയിപ്പിക്കുകയും അതുപോലെ തന്നെ അസത്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്യുകയാണ്. വലൗകരിഹൽ മുജ്രിമൂൻ, അക്രമികൾക്ക് അത് പ്രയാസകരമാണെങ്കിലും അങ്ങനെ ആ ഒരു വിജയം സംഭവിക്കുകയാണ്. ഇതാണ് ബദറിൽ സംഭവിച്ചിട്ടുള്ളത്. കേവലമായ ഒരു സായുധ സംഘടനം എന്നതിനപ്പുറത്ത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധം കൂടിയായിരുന്നു. രണ്ട് ആശയങ്ങൾ കൂടിയായിരുന്നു അവിടെ ഏറ്റുമുട്ടിയത്. അവിടെ സത്യത്തിന് വിജയം ലഭിക്കുകയും അതിനുശേഷം ബദറിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ബദറിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആ ചരിത്രം കേൾക്കുമ്പോൾ കൃത്യമായി ഈ ഒരു ആശയപരമായ പരിസരം കൂടി മനസ്സിലാക്കുകയും അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. രണ്ട് ആദർശങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ബദറിൽ സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടു എന്നതിനപ്പുറത്ത് ആ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായി നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട പാഠം ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അത്രമേൽ വലിയൊരു പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോൾ, അത്രമേൽ വലിയൊരു പ്രയാസം നേർക്ക് മുന്നിൽ കാണാൻ അവർ ഒരുങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലേക്ക് അവർ എടുത്തു ചാടുമ്പോൾ അവർ പടച്ച തമ്പുരാനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെ പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ആദർശത്തിനു വേണ്ടിയാണ് അവർ പോരാടി വിജയിച്ചിട്ടുള്ളത്. അവിടെ അവർ പോരാടിയിട്ടുള്ളത്, അവരിൽ കുറച്ചുപേർ ഷഹീദായിട്ടുള്ളത് റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഏതേതു പ്രയാസങ്ങളുണ്ടെങ്കിലും, എന്തെന്തു പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും പടച്ചവനോട് മാത്രമേ തേടാവൂ എന്ന ഒരു ആദർശത്തിനു വേണ്ടിയാണ് അവർ പോരാടി ഷഹീദായിട്ടുള്ളത്, അവർ പോരാടിയിട്ടുള്ളത്. എങ്കിൽ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ആ ബദരീങ്ങൾ, മഹാന്മാരായ ബദരീങ്ങൾ, അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അവരെ വിളിച്ചുകൊണ്ട് തേടുക എന്നതിൽ പരം ബദരീങ്ങളെ അപമാനിക്കുന്ന മറ്റെന്തുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ അയാൾ പറയുകയാണ്, എൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അയാളൊരു വസിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ, അതേ കാര്യം അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അയാളെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി എന്ന്. അതുപോലെ മഹാന്മാരായ ബദരീങ്ങൾ അവര് ജീവിച്ചത്, അവര് മരിച്ചത്, അവര് പോരാടിയത് ഈ ഒരു വഹ്ദാനിയത്തിനു വേണ്ടിയായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലാത്ത ഒരാളോടും ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പടച്ചവനോടല്ലാതെ ഒരു വിളി മനസ്സിൽ നിന്നും ഉയരാൻ പാടില്ല എന്ന തൗഹീദിനു വേണ്ടി ജീവിച്ചവരായിരുന്നു അവർ. അതിനുവേണ്ടി മരിച്ചവരായിരുന്നു അവർ, അതിനുവേണ്ടി പോരാടിയവരായിരുന്നു അവർ. ആ ബദരീങ്ങളെ തന്നെ പടച്ചവന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ബദരീങ്ങളെ എന്ന് തേടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിൽ പരം ബദരീങ്ങളെ അപമാനിക്കുന്ന മറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബദരീങ്ങളുടെ ജീവിതത്തിലൂടെ, ബദരീങ്ങളുടെ വഫാത്തിലൂടെ അവർ നൽകിയ പാഠം അതാണ്. ബദറിന് ശേഷവും ഒരുപാട് യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉഹുദ് സംഭവിച്ചിട്ടുണ്ട്, ഖന്തക്ക് സംഭവിച്ചിട്ടുണ്ട്, ഹുനൈന് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ അതിനുശേഷവും മുസ്ലിം സമുദായം, സ്വഹാബത്ത് കടന്നുപോയിട്ടുണ്ട്. ആ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരിക്കലെങ്കിലും അവർ ബദരീങ്ങളെ എന്ന് വിളിച്ചു തേടിയിരുന്നെങ്കിൽ, അവർ ബദർ ശുഹദാക്കളെ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമുക്കും തേടാമായിരുന്നു ബദരീങ്ങളോട്. പക്ഷേ ആ പ്രതിസന്ധി ഘട്ടത്തിലും ബദരീങ്ങളുടെ പാത പിൻപറ്റിക്കൊണ്ട്, ബദരീങ്ങൾ പഠിപ്പിച്ച പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ റബ്ബിനോട് മാത്രം തേടുകയായിരുന്നു. അവർ റബ്ബിനോട് മാത്രം ആരാധനയുടെ എല്ലാ അംശങ്ങളും അർപ്പിക്കുകയായിരുന്നു. പ്രാർത്ഥനയാകട്ടെ, നേർച്ചയാകട്ടെ, വഴിപാടുകളാകട്ടെ പടച്ചവനു മാത്രം അർപ്പിക്കുക എന്ന വഹ്ദാനിയത്തിനു വേണ്ടി നിലകൊള്ളുകയായിരുന്നു. അതുകൊണ്ട് ബദരീങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ബദരീങ്ങളോട് ബഹുമാനമുണ്ടെങ്കിൽ, ആ ബദരീങ്ങൾ പഠിപ്പിച്ച ആദർശത്തിൽ
ഉറച്ചു നിൽക്കുക എന്നതാണ് നാം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും ഇത് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് സ്നേഹത്തിന്റെ പേരിലാണ്, അവരോടുള്ള ഹുബ്ബാണ് എന്ന പേരിലാണ് പലപ്പോഴും ഇത്തരം തേട്ടങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ പടച്ചവനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബിഊനി, നിങ്ങൾ ഇത്തിബാ ചെയ്യുക എന്നതാണ്. ബദരീങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അവരുടെ പേരിൽ അവർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല, മറിച്ച് അവരെന്താദർശത്തിന് വേണ്ടി ജീവിച്ചോ, അവരെന്താദർശത്തിന് വേണ്ടി ഷഹീദായോ ആ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ്, അത് ഇത്തിബാ ചെയ്യുക എന്നതാണ് നാം ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എത്ര തന്നെ കുതന്ത്രങ്ങൾ പണിതാലും അന്തിമമായ വിജയം അത് സത്യത്തിനായിരിക്കുമെന്നത് തന്നെയാണ്. ഈ ഇഹലോക ജീവിതത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് ചുറ്റുപാടും പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുകയാണ്, അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാന്റെ റസൂലെ വിജയം എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോ അങ്ങനെ അക്ഷമരാകാനുള്ളവരല്ല നമ്മൾ. നമുക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ബദർ പോലെ, മക്കം ഫത്ഹ് പോലെയുള്ള വിജയങ്ങൾ വരാനുണ്ട്. അന്തിമമായ വിജയം അത് സത്യത്തിന് തന്നെയായിരിക്കും. എത്ര തന്നെ കുതന്ത്രങ്ങൾ ഉണ്ടെങ്കിലും, എത്ര തന്നെ അധികാരങ്ങൾ ഉപയോഗിച്ചാലും അവസാനം സത്യത്തിന് തന്നെയായിരിക്കും വിജയം എന്ന പാഠം കൂടിയാണ് ബദർ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, വിശ്വാസം ന്യൂനതയില്ലാത്തതാണെങ്കിൽ റബ്ബിന്റെ സഹായം ഉണ്ടാകുമെന്നതാണ്. ഒരിക്കലും ന്യൂനപക്ഷമായതല്ല പ്രശ്നം, ന്യൂനതയുള്ള പക്ഷമാകുന്നതാണ് പ്രശ്നം. അല്ലെ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഒരു ആഘോഷം ഉണ്ടാകുമ്പോൾ പോലും ആ ആഘോഷത്തിന്റെ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിൽ പള്ളികൾ ടാർപ്പായിട്ട് മൂടേണ്ടുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത്, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ മുസ്ലിം ഉമ്മത്തിന് ആ ഇസ്സത്തില്ലാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മള് സായുധമായി സംഘടിക്കലല്ല അതിനുള്ള പരിഹാരം. അതിനെതിരെ സായുധമായി ആയുധമെടുക്കലല്ല പരിഹാരം. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി തൗഹീദിലേക്ക്, വഹ്ദാനിയത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുക എന്നതാണ്. ന്യൂനതയില്ലാത്ത പക്ഷമാണെങ്കിൽ പടച്ച തമ്പുരാന്റെ സഹായമുണ്ടാകും. ആ സഹായമുള്ള ആ ന്യൂനപക്ഷമാണെങ്കിൽ പോലും, ന്യൂനതയില്ലാത്ത പക്ഷമാണെങ്കിൽ സഹായമുണ്ടാകുമെന്ന ഒരു പാഠമാണ് ബദർ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം അനുയായികൾ എന്ന നിലക്ക്, ഉമ്മത്തിന്റെ ഭാഗം എന്ന നിലക്ക് നമുക്ക് കിട്ടുന്ന മറ്റു ചില പാഠങ്ങൾ കൂടിയുണ്ട്. ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നടന്നെടുക്കുന്നു എന്ന് തോന്നുമ്പോഴും സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞിട്ടുണ്ട്, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല നബിയെ എന്ന് പറഞ്ഞ് റസൂലിന്റെ കൂടെ അടിയുറച്ചു നിന്ന ഒരു അനുയായി വൃന്ദത്തെ കൂടി നമുക്ക് ബദറിൽ കാണാൻ സാധിക്കും. അല്ലെ, നമ്മുടെ ഉമ്മത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യത്തോടുകൂടി നേതാക്കന്മാർ, നമ്മുടെ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവർ, അവർക്ക് പിന്നിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു പാഠം കൂടി നമുക്ക് ബദർ നൽകുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ, അത്തരം പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസ വിപുലീകരണത്തിന് വേണ്ടി ഈ റമദാനിൽ പ്രത്യേകിച്ചും നമ്മൾ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത്രയും കാലം റമദാനിൽ, ഈ ഇത്രയും ദിവസങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട്, നിന്ന് നിസ്കരിച്ചുകൊണ്ട്, രാത്രി നിസ്കരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ കോട്ടകൊത്തളങ്ങൾ, അല്ലെ, നമ്മുടെ അമലിന്റെ ആ കോട്ടകൾ 17-ാം തീയതി ഒരു രാത്രി, 16-ന്റെ അന്ന് രാത്രി ഒറ്റ വിളി കൊണ്ട്, ബദരീങ്ങളെ എന്ന ഒരു വിളി കൊണ്ട് എല്ലാം നശിച്ചു പോകുന്ന, എല്ലാം ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ചുറ്റിലും ഉണ്ടാകാൻ പോവുകയാണ്. അന്ന് ബദരീങ്ങൾ ആയുധമെടുത്ത് പോരാടിയെങ്കിൽ ഇന്ന് നമുക്ക് ചില പോരാട്ടങ്ങൾ ഈ റമദാനിൽ ചെയ്യാനുണ്ട്. റമദാൻ നഷ്ടപ്പെടുത്തരുതേ എന്ന് നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് പറയാനുണ്ട്. ആ തൗഹീദിന്റെ ആ ഒരു ആദർശം നമുക്ക് ആളുകളോട് പറയാൻ സാധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പോരാട്ടങ്ങൾ, ആദർശപരമായ പോരാട്ടങ്ങളിലേക്ക് കൂടി നമുക്ക് ഈ റമദാനിൽ സാധിക്കേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് നീ നിർഭയത്വം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് നീ നിർഭയത്വം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബദറിൽ സഹായിച്ച റബ്ബേ, അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ, നീ പൊറുത്തു നൽകണേ അല്ലാഹ്. രോഗികളായ ആളുകൾ ഈ റമദാനിലും നോമ്പ് നോൽക്കാൻ സാധിക്കാത്തവർ പോലും ഉണ്ട് റബ്ബേ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിരപരാധികളായ ആളുകൾ ജയിലിലാണ്, വേട്ടയാടലുകൾ നടക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ മോചനം നീ സാധ്യമാക്കണേ അല്ലാഹ്.
അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ വിജയം നൽകണേ അല്ലാ. അള്ളാഹുവെ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അള്ളാഹുവെ, അവർക്ക് നീ നിർഭയത്വം നൽകണേ അല്ലാ. അള്ളാഹുവെ, രഹസ്യ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ, നീ പുറത്തു നൽകണേ അല്ലാ. അള്ളാഹു, ഈ റമദാനിന്റെ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ തേടുകയാണ് റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നീ ദൂരീകരിച്ച് നൽകണേ അല്ലാ. അള്ളാഹുവെ, മാതാപിതാക്കളോടും സമൂഹത്തോടും കുടുംബത്തോടും ഇടയോടുമെല്ലാമുള്ള കടമകളിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ, നീ പുറത്തു നൽകണേ അല്ലാ. അള്ളാഹുവെ, നീ പുറത്തു നൽകണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഖിയാമനാ ഇന്നക അൻതസ് സമീഉൽ അലീം അല്ലാഹുമ്മ യാ റഹ്മാനു യാ റഹീം يا مالك الملوك انصر إخواننا المجاهدين في فلسطين يا رب العالمين اللهم يا مقلب القلوب ثبت قلوبنا على دينك رب ارحمهما كما ربيانا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.